ഇങ്ങനെ ഒത്തിരി വൈകല്യങ്ങളുള്ള ഈ കുട്ടി ഇന്ന് കല്ലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുന്നു. LKG മുതൽ 6ാം ക്ലാസ് വരെ ഈ നിമിഷം വരെ എല്ലാവിധ മത്സര പരീക്ഷകൾക്കും ഒരു മുഴുനാവുള്ള കുട്ടികളെക്കാളും, അതായത് അധ്യാപകരുടെ മക്കളെക്കാളും 1ാം സ്ഥാനത്ത് ഈ കുട്ടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇങ്ങനെയെല്ലാം ഡിഫക്റ്റുകളെ എല്ലാം മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ധാരാളം പേര്, അന്ന് ഞങ്ങളുടെ വീട് ഒരു ഒറ്റമുറി വീടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്നു. അവർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി. അവർ സബ്സ്ക്രൈബേഴ്സും മറ്റുള്ളവരും ഒത്തിരി അവരൊക്കെ സമ്പാദിച്ചു. പക്ഷെ ഞങ്ങളൊരു പരാതിയും പറഞ്ഞില്ല. പക്ഷേ ഈ എല്ലാം വിജയങ്ങൾ നിൽക്കുമ്പോഴും ഈ കൊച്ചിന് കഴിഞ്ഞ വർഷം 2023 ഈ കുഞ്ഞ് ആദ്യമായിട്ട് പരീക്ഷ എഴുതി. അതായത് ലോഗോസ് ക്വിസിന് 10 വയസ്സ് 5-ലെങ്കിലും കയറണം എഴുതണമെങ്കിൽ. ഈ കഴിഞ്ഞ വർഷം ഇവൻ 4.5 ലക്ഷം പേരിൽ നിന്ന് 600 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഒന്നാമനായി. 600 പേരിൽ നിന്നും 60 പേരെ തിരഞ്ഞെടുത്തു. 60 പേരിൽ നിന്നും 6 പേരെ തിരഞ്ഞെടുത്തു. ആ 6 പേരിൽ ഒന്നാമനായിട്ട് എ ഗ്രൂപ്പിൽ ഒന്നാമനായിട്ട് ഇവൻ ജയിച്ചു. അമ്മയ്ക്ക് നന്ദി. വീണ്ടും ഈ വർഷം ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മത്സരത്തിന് ഒരുങ്ങിയത്. ഞങ്ങൾ ഈ കുഞ്ഞിന് ഏതെല്ലാം സ്കൂളിൽ, ഇപ്പോൾ ഒരു 3 സ്കൂള് ഞങ്ങൾ മാറി. കാരണം ഞങ്ങൾ എത്രത്തോളം അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ അറിയാം, ഈശോയിലേക്ക് അടുക്കുന്നവർക്ക് ഈശോ സാന്നിധ്യമായിട്ട് കൊടുക്കുന്നത് കണ്ണീരും കഷ്ടപ്പാട്, പ്രത്യേകിച്ച് കുരിശുകൾ. എല്ലാവരും ഞങ്ങളെ കളിയാക്കാറുണ്ട്. എന്നും വചനം വായിക്കുന്നു, എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പ്രതിസന്ധികൾ കഴിഞ്ഞുപോയി. ഈ വർഷവും ഈ കുഞ്ഞ് പരീക്ഷ എഴുതി രൂപതകളിൽ 1ാം സ്ഥാനം നേടി. പിന്നീട് ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാ ആഴ്ചയിലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പേപ്പറൊക്കെ കൊടുത്ത് അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരുമായിരുന്നു. ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക്, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എന്ന് നിയോഗം വെച്ചുകൊണ്ട്